അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു ക്യൂട്ട് ഡെസ്ക് ഐഡിയയുമായിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. ഈ കാർഡ്ബോർഡ് എന്നിട്ട് ഞാനൊരു ഹാർട്ട് ഷേപ്പിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ രീതിയിൽ നിങ്ങൾ വെട്ടിയെടുക്കണം. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ അതാണ് അടിപൊളിയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഫുൾ കാണണം, കാരണം അത്രയും അടിപൊളി ഒരു ക്രാഫ്റ്റാണ് ഇന്ന്. അപ്പം നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഒരു ഹാർട്ട് ഷേപ്പിൽ വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ഒരു സ്കെച്ച് പെന്നാണെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു കളർ എടുക്കണം. എന്നിട്ട് ഞാൻ അടിച്ചേക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വയലറ്റ് ഒരു ഷെയ്ഡിലാണ് അടിച്ചേക്കുന്നത്. എന്നിട്ട് ഇനി നമുക്ക് കുറേ റോസൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു പേപ്പർ എടുക്കണം. അതേക്കാൾ നല്ലത് ഒരു സർക്കിൾ എടുക്കുന്നതാണ്. സർക്കിൾ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചെയ്യില്ല, ഇതുപോലെ സർക്കിൾ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇനി ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പം നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ അടിപൊളിയാട്ടോ. ഞാൻ പ്രത്യേകം പറയാനൊന്നുമില്ല, സൂപ്പർ സാധനം. ഇത് നിങ്ങളുടെ ഡെസ്കിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കണം. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് ഒരു സിക്സാക്ക് രീതിയിൽ നിങ്ങൾ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യണം. അത് കാണിച്ചു തരാം. സിക്സാക്ക് എന്ന് പറഞ്ഞാൽ മുകളിലും താഴെ അങ്ങനെ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ സിക്സാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. റോസിൻ്റെ ഇതള് പോലെ അതുപോലെ വേണം കട്ട് ചെയ്തെടുക്കണം. ആ രീതിയിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് നല്ല രസമായിട്ട് നിങ്ങൾക്ക് കിട്ടും. നല്ല സിക്സാക്ക് രീതിയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻസ് കത്രിക മേലെയും താഴെയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ ഞാൻ കട്ട് ചെയ്യുന്നത് കണ്ടോ, ഇങ്ങനെ സിക്സാക്ക് മേലും താഴെയും കണ്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു രീതിയിൽ വേണം മുഴുവൻ കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് നിങ്ങൾ ഇത് മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ എൻഡ് പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ സർക്കിളായിട്ട് തന്നെ വരും. അപ്പോൾ ആ ഒരു രീതി വിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ടാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, ആ സൈഡ് തൊട്ട് നിങ്ങൾ ചുരുട്ടണം. കണ്ടോ, ചുരുട്ടി ആ ലാസ്റ്റ് എൻഡ് വരെ നിങ്ങൾ എത്തിക്കണം. ഇങ്ങനെ ചുരുട്ടുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം, എന്നാലേ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവത്തുള്ളൂ. അപ്പം നിങ്ങളിത് മുഴുവൻ കണ്ടാലേ നിങ്ങൾക്കിത് എളുപ്പമായി തോന്നും, ഇച്ചിരി സിമ്പിളായിട്ടും തോന്നും. അപ്പം നിങ്ങളിങ്ങനെ എല്ലാം ചുരുട്ടി വരണം. അപ്പോൾ ഇത് നിങ്ങൾ ചുരുട്ടി കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ മറ്റേ ഗ്ലൂ ഉണ്ടേ കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ മറ്റേ അതേ ഉള്ളായിരുന്നുള്ളൂ, ഹോട്ട് ഗ്ലൂ. അപ്പം നിങ്ങൾക്ക് കൂടെ നല്ലത് പിള്ളേരൊക്കെ അല്ലേ ചെയ്യുന്നത്, നിങ്ങൾക്കൊക്കെ നല്ലത് നമ്മുടെ സാധാരണ ഫെവിക്വിക്കോ അങ്ങനെയൊക്കെയാണ്. ഹോട്ട് ഗ്ലൂ ഒരിക്കലും ഉപയോഗിക്കില്ല. കയ്യിൽ മുഴുവൻ അത് കഴിഞ്ഞാൽ അതിൻ്റെ പാടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അതെന്തായാലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ചുരുട്ടി ആ ഒരു എൻഡ് വരുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ എൻഡാണ് അതിൻ്റെ ഡിസൈനൊക്കെ അറിയുന്നത്. ഞാൻ നന്നായിട്ട് ചുരുട്ടുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ അതിൻ്റെ അളവ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ആ ഹാർട്ടിൻ്റെ അളവിനനുസരിച്ചുള്ള പൂ നിങ്ങളുണ്ടാക്കും. എൻ്റെ കയ്യിൽ ഒരു 5 പൂവെങ്കിലും ആ ഒരു അളവിന് ലാസ്റ്റ് വന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഫെവിക്വിക്കാണ് എടുക്കുന്നത്. ആ ഫെവിക്വിക്ക് എന്നിട്ട് ആ റൗണ്ട് ഷേപ്പ് എൻഡിൽ ഒട്ടിക്കണം. റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞാൽ അറ്റത്ത് കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ഒട്ടിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്.
അപ്പോൾ അവിടെ നിങ്ങൾ ഒട്ടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ മറ്റൊരു ഇതുപോലെ നിങ്ങൾക്കൊരു പൂ ഷേപ്പിൽ കിട്ടും. അങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ 2 പൂ ഉണ്ടാക്കുന്നേ കാണിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറേ ടൈം ഡിലേ ആവും. അതുകൊണ്ട് ഞാൻ 2 പൂ ഉണ്ടാക്കുന്നേ എന്നിട്ട് ഒട്ടിക്കണം. നിങ്ങൾ പെയിൻ്റ് അടിച്ച ആ ഹാർട്ടിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഈ പൂ മുഴുവൻ ഒട്ടിക്കണം. ഞാൻ ഈ വീഡിയോയിൽ 2 ഹാർട്ട് ഉണ്ടാക്കുന്നേ കാണിക്കുന്നുള്ളൂ. സെയിം തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മാത്രം ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടാം. എന്നിട്ട് ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞുള്ള ഭാഗം നിങ്ങൾ കണ്ടാൽ മതി. അപ്പം സ്റ്റെപ്പെല്ലാം ആദ്യത്തെ പോലെ തന്നെയാണ്. പക്ഷെ ഒട്ടിക്കുന്നതെല്ലാം നിങ്ങൾക്കൊരു ഇച്ചിരി ശ്രദ്ധയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും. അതാണ് മെയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാൻ ആ സെയിം പോലെ പേപ്പർ എടുത്തു, റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ അതൊക്കെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റെപ്സ് എല്ലാം ക്ലിയർ ആയതുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാവരും ഇപ്പം കുറേ ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അവർക്കെല്ലാം താങ്ക് യു. ഇത് നിങ്ങളെപ്പോലത്തെ ഒരു ഫ്രണ്ട്സിന് കിട്ടിയാൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ ഇനി മുതൽ എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ പുതിയ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐ ആം വെൽക്കമിങ് യു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ സാറ്റർഡേ സൺഡേയും നല്ല ക്രാഫ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഞാൻ നേരത്തെ പോലെ തന്നെ ആ സർക്കിളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കിപ്പോൾ അറിയാമല്ലോ. എന്നിട്ട് അത് ചുരുട്ടിയിട്ട് ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചിട്ട് ആ ഹാർട്ടിൽ ഒട്ടിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടത് നമ്മുടെ അതിൻ്റെ ആയിരുന്നു, സ്കെയിൽ ഐഡിയൻ്റെ ആയിരുന്നു. അപ്പം അത് കുറേ ആൾക്കാർ ചെയ്തെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൾക്കാർക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവരും ഇതൊക്കെ നോക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയും നല്ല ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് അപ്പോൾ ചെയ്യുന്നത്. അത് ചുരുട്ടിയൊക്കെ വരുമ്പോൾ ഇച്ചിരി നേരമൊക്കെ എടുക്കും. അത് സാരമില്ല. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. പതിയെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ സ്പീഡ് കൂട്ടും തോറും മിസ്റ്റേക്സും കൂടും. അതാണ് കുഴപ്പം. അപ്പം നല്ല പതിയെ സാവധാനത്തോടെ ടൈം കണ്ടെത്തി നിങ്ങൾ വേണം ഇത് ചെയ്യാൻ. അപ്പം ഞാൻ ഏകദേശം 5 ഹാർട്ട് ഉണ്ടാക്കി. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ 2 ഹാർട്ട് ഉണ്ടാക്കുന്നേ കാണിച്ചിട്ടുള്ളൂ. 2 റോസ് ഉണ്ടാക്കുന്നേ, 2 ഹാർട്ട് 2 റോസ് ഇട്ടതെന്നേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ 5 റോസ് ഹാർട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹാർട്ട് എത്ര വലുതാണോ അത്രയും റോസ് നിങ്ങൾ വയ്ക്കണം. എന്നാലേ ശരിയാവത്തുള്ളൂ. നിങ്ങൾക്ക് റോസ് വേണമെങ്കിൽ റോസ് കുറേ പൂക്കളുടെ ഐഡിയ ഒക്കെ അതിൽ ചെയ്യാൻ പറ്റും. റോസ് വേണമെന്ന് തന്നെ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പൂ വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇത് തന്നെ വയ്ക്കണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് ഒരു ടെഡി ബിയർ കാണിച്ചു തരുന്നു. ടെഡി ബിയർ. അപ്പോൾ അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ബുഷ് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ അതിൻ്റെ ഒരു ഷോർട്സിൽ ഉണ്ടാക്കുന്ന കാണിച്ചിട്ടില്ല, പക്ഷേ ഒരു ഐഡിയ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടെഡി ബിയർ ഉണ്ടാക്കി ഇതിൻ്റെ നേരെ ഇതിൻ്റെ ഹാർട്ടിൻ്റെ
സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് വയ്ക്കാം, നല്ല രസമായിരിക്കും. അപ്പോൾ അതെങ്ങനെ ഇരിക്കുമെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടോളുക. എന്നാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്ക് പോലും അറിയത്തില്ല. അപ്പം നിങ്ങൾ പ്ലീസ്, ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പം ഞാനിനി പഴയതുപോലെ തന്നെ ആ ഹാർട്ടിൽ ഒട്ടിക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്തോ കേട്ടോ, ഈ സെക്ഷൻസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം ഇത് ആദ്യം കാണിച്ച അതേ സ്റ്റെപ്പുകളാണ് ഞാൻ 2 പ്രാവശ്യം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഡൗട്ട് അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു ഭാഗം കൂടെ കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ പഴയതുപോലെ തന്നെ ഒട്ടിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോൾ കുറച്ച് നേരം എടുക്കും, എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ ഒട്ടിച്ച് സെറ്റാക്കി കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സാധനം കിട്ടും. അതാണ് നിങ്ങളുടെ സ്പെഷ്യൽ ടേബിൾ ഡെക്കോർ. അപ്പോൾ നിങ്ങൾക്ക് ഡെക്കോറിൽ കുറേ സംഭവങ്ങളൊക്കെ വയ്ക്കാം. ലൈക്ക് ഫെയറി ലൈറ്റ് ലാമ്പ്, അതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ചെയ്തതായിട്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ ഹാർട്ട് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് ഒട്ടിച്ചെല്ലാം കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് 5 ഒട്ടിച്ച് കഴിഞ്ഞ് ബാക്കിയിടാം. ഓക്കെ, അപ്പോൾ എല്ലാം ഒട്ടിച്ച് വന്നു. കണ്ടോ, ഇങ്ങനെ ഇരിക്കും ഒട്ടിച്ച് കഴിയുമ്പോൾ, അടിപൊളിയല്ലേ? അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് വരുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, ടെഡി ബിയറാ. എന്നിട്ട് ബാക്കിൽ നമുക്കൊരു സ്റ്റാൻഡ് വേണം, അത് നിൽക്കണ്ടേ. അപ്പോൾ ഞാനൊരു കാർബോർഡ് സ്റ്റാൻഡും എല്ലാം എടുത്തിട്ടാണ് കാർഡ്ബോർഡ്. അപ്പോൾ ഈ കാർഡ്ബോർഡ് നിങ്ങളുടെ ആ ഒരു ഹാർട്ടിൻ്റെ ബാക്ക് വശത്ത് ഒട്ടിച്ചാൽ മതി, സെറ്റാവും. ഒന്നിങ്ങനെ ഒട്ടിച്ചാൽ മതി. പക്ഷേ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണേ, എന്നാലേ കറക്റ്റ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് നിൽക്കത്തില്ല. അതാ പറ്റിയ, അത് നിൽക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച്, കാർഡ്ബോർഡ് ഇച്ചിരി കട്ടിയുള്ള കാർഡ്ബോർഡാണെങ്കിൽ നല്ലത്, അതത്രയും സ്റ്റേബിളായിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഒട്ടിക്കുന്നതിൽ ഭയങ്കര ബിസിയാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ അതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ബാക്കി എന്തൊക്കെ സെക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ കാണിക്കാം. ആ ഡോളും കാണിച്ചു തരാം. ഇത് നിൽക്കുന്നില്ല, അതാ പറ്റിയേ. എൻ്റെ അളവ് ഇച്ചിരി തെറ്റിപ്പോയി അതിൻ്റെ. ഓക്കെ, ഞാൻ ഇനി പോയി ആ ഡോൾ എടുത്തിട്ട് വരാം. കുറച്ച് നേരം എടുത്തോ? ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ ആ കത്രി വെച്ച് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. എന്നാലും നിന്നിട്ടൊന്നും ഇല്ല കേട്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നിന്നിട്ടില്ല. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞേ, സൈസ് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ മുഴുവൻ പണി കിട്ടും. അപ്പോൾ ഇതുപോലെ വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മറ്റേ ഡോൾ എടുത്ത് കാണിക്കുന്നുണ്ട്. ഡോൾ ഏതാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പോൾ അതൊരു സ്പെഷ്യൽ സെക്ഷനായിരിക്കും, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യുന്ന സെക്ഷനായിരിക്കും അത്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇൻട്രസ്റ്റ് ചെയ്യുന്ന സെക്ഷൻ ഏതായിരിക്കും? ഡോൾ സെക്ഷൻ. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ച് തരുന്നുണ്ട്. ഇത് ഞാൻ 2-3 പ്രാവശ്യം കാണിച്ചെന്ന് തോന്നുന്നു, സോറി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ ഡോൾ എടുക്കാൻ ഇപ്പോൾ പോയതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡോൾ. അടിപൊളി, ഇങ്ങനെയാണ് ഞാൻ വെച്ചേക്കുന്നത്, കണ്ടോ? സൂപ്പറല്ലേ? എന്നിട്ട് അതിൻ്റെ ആ ഹാർട്ടിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഡോളിൻ്റെ സെൻറ്റർ എടുത്ത് ആ ഹാർട്ടിൻ്റെ ചെയിൻ പോലെ എന്തെങ്കിലും പിടിപ്പിക്കണം, എന്നാൽ നിങ്ങൾക്ക് ഇച്ചിരി കൊടുക്കുക. എന്നിട്ട് ആ ഹാർട്ടിൻ്റെ ബാക്കിൽ നിങ്ങളത് ഫിക്സ് ചെയ്യണം മതി, അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനത് 2-3 പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇരിക്കും.
ഞാൻ ജസ്റ്റ് ഡെമോന് വെച്ച് കാണിച്ചിട്ടേ ഉള്ളൂ. ഷോർട്സിൽ ഞാൻ ശരിക്കും വെച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ടാറ്റാ.